വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എതേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി വെബ്3 പ്രൊജക്റ്റ് ആണ്. എതേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്3 ആപ്ലിക്കേഷൻ ആണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിന്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. പോയി നോക്കാം. കരടികൾ ആറാടിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്, കുറച്ച് മാസങ്ങളാണ് ഇനി ക്രിപ്റ്റോ മാർക്കറ്റിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലെ പ്രൈസ് ആക്ഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ്സ് എടുക്കാനും നല്ലൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് രീതിയിൽ നടത്തണം എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനും അല്ലെങ്കിൽ തീരുമാനിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാനിവിടെ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഓരോ ക്രാഷിൻ്റെ സമയത്തും ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഒരു ഓവർ സോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയപ്പോഴെല്ലാം തന്നെ ഞാനതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഓരോ തവണയും ഈ ഒരു സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയപ്പോഴൊക്കെ തന്നെ അതൊരു ബോട്ടമായിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ ക്രാഷിൻ്റെ ഒരു ബോട്ടമായിട്ടായിരുന്നു ആ ഒരു പ്രൈസ് ഏരിയാസ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതും അത്തരത്തിലുള്ള ഒരു ഏരിയയിലാണ്. അതായത് സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഈ രീതിയിൽ ഒരു ഓവർസോൾഡ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നതും ഈ പറഞ്ഞ പോലെയുള്ള ഒരു ബോട്ടം ഏരിയ ആണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് പറ്റില്ല. എന്നാൽ ഒരു ബോട്ടം ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രൈസ് ആക്ഷൻ നമുക്ക് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും താഴേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഉടനെ തന്നെ നമുക്കൊരു ബോട്ടം പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് നമുക്കിവിടെ പ്രൈസ് ആക്ഷൻ കാണാനായിട്ട് പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ തന്നെ ഒരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു പാരലൽ ചാനൽ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാരലൽ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മന്ത്ലി ക്യാൻഡിൽസ് ഈ ഒരു പാരലൽ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് 2013 മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള ദിവസങ്ങളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാരലൽ ചാനൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് ഈ പാരലൽ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് തന്നെ പ്രൈസ് ഇനിയും പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ഏരിയാസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെയും നമുക്കൊരു സപ്പോർട്ട് എടുക്കുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ എവിടെയായിരിക്കും, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ എവിടെയായിരിക്കും പ്രൈസ് ഒരു സപ്പോർട്ട് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2018 അല്ലെങ്കിൽ 2017 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 18K മുതൽ 20K വരെയുള്ള ആ ഒരു ഏരിയ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈൻ്റെ ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 13K ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ആ ഒരു ക്ലോസിംഗ് പ്രൈസ് ഒരു 18 മുതൽ 20K വരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്ലോസിംഗ് പ്രൈസ് ഒരു 13K വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ, ഈ ഒരു പാരലൽ ചാനലുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരലൽ ചാനലിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിൽ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 13Kയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓരോ ബോട്ടം നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് നീങ്ങിയിട്ടാണ് പിന്നീട് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളത്. ഇവിടെ ആ രീതിയിൽ ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തിട്ടാണ് പ്രൈസ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും പ്രൈസ് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്തിട്ടാണ് ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടന്നിട്ടുള്ളത്. കൃത്യമായിട്ട് നമുക്കത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട് പോകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഈ ഒരു പാരലൽ ചാനൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു 13K എന്ന് പറയുന്ന ലെവൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ഒന്ന് സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യുകയും അതിനുശേഷം പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയും ദെൻ അവിടെ നിന്ന് നമുക്കൊരു ബുൾ മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഇത് മന്ത്ലി ടൈം ഫ്രെയിം ആണ്. മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു സൈഡ് വേസ് ആയിട്ട് ക്യാൻഡിൽസ് ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാസങ്ങൾ തന്നെ അതിനെ എടുക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ 2018 മാർക്കറ്റ് ക്രാഷ് അവസാനിച്ചിട്ടുള്ളത് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 2015 ഈ ഒരു മാർക്കറ്റ് ക്രാഷ് അവസാനിച്ചിട്ടുള്ളത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് അതും അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു സമയമെടുക്കുന്ന അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഒരു ബോട്ടമാണ് പ്രൈസ് ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാസങ്ങൾ എടുത്ത് തന്നെയായിരിക്കും അത്
റിക്കവർ ആവാനായിട്ട് പോകുന്നത്, ഈ ഒരു മാർക്കറ്റ് ക്രാഷ് റിക്കവർ ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് നമുക്കൊരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഞാനിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്, ഡ്രോയിങ്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ കുറച്ച് ദിവസങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ നമ്മളൊരു വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് ഈ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വലുതാക്കി കാണിച്ചു തരാം. അതായത് ഇവിടെ നമുക്കൊരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടായിരിക്കും, ആൻഡ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഫേസ് ഉണ്ടായിരിക്കും, ആൻഡ് വീണ്ടും ഒരു അക്യുമുലേഷൻ ഫേസ് കാണാനായിട്ട് പറ്റും. ദെൻ വീണ്ടും അവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലും, ദെൻ ട്രെൻഡ് കണ്ടിന്യൂഷൻ ഫേസും, വീണ്ടും ഒരു അക്യുമുലേഷൻ ഫേസും, ദെൻ അവിടെ നിന്ന് വീണ്ടും ഒരു ട്രെൻഡ് റിവേഴ്സലും. ഈ രീതിയിലുള്ളൊരു വൈക്ക് ഓഫ് മാർക്കറ്റ് സൈക്കിളിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വൈക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ അതേപോലത്തെ ഒരു പ്രൈസ് ആക്ഷനാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഒരു അക്യുമുലേഷൻ ഫേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഫേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു അക്യുമുലേഷൻ ഫേസ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ദെൻ വീണ്ടും ഇവിടെ നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, ഇവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഫേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാനായിട്ടുള്ളത് ഒരു അക്യുമുലേഷൻ ഫേസ് ആയിരിക്കും. അതായത് ഇവിടെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങുകയും അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ട് നീങ്ങുകയും ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ബോട്ടം എവിടെയായിരിക്കുമെന്ന് നമുക്ക് ഇതുവരെയായിട്ട് ഉറപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതായത് എവിടം വരെ പ്രൈസ് താഴേക്ക് പോകും, എവിടെ നിന്നാണ് പ്രൈസ് ഇനി ഒരു സൈഡ് വേസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാറായിട്ടില്ല. പക്ഷേ നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 13K പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മന്ത്ലി ടൈം ഫ്രെയിമിൽ പോയിട്ട് വീണ്ടും ആ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെവലായിരുന്നു അത്. ഓക്കെ, അപ്പോൾ വീണ്ടും വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ലെവൽ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഏകദേശം ഈ ഒരു ഏരിയ വരെ ഇറങ്ങി വരാനും ദെൻ അവിടെ പ്രൈസ് ഈ രീതിയിൽ ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് നീങ്ങാനും സാധ്യത നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഇവിടെ നിന്നായിരിക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കിട്ടുന്നതും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. പക്ഷേ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും രണ്ട് വശവും ചിന്തിക്കണമല്ലോ. നമുക്കെപ്പോഴും ബുൾ മാർക്കറ്റ് മാത്രമായിരിക്കില്ല, ബെയർ മാർക്കറ്റും ഉണ്ടാവും. ഓൾറെഡി ബെയർ മാർക്കറ്റിലാണ്. എന്നിരുന്നാൽ പോലും പ്രൈസ് എങ്ങാനും ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പ്രൈസ് ഈ രീതിയിൽ ഉള്ളൊരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമായിരിക്കും. നമുക്കൊരു 10K അല്ലെങ്കിൽ അതിന് താഴേക്കോ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു മാർക്കറ്റ് വൈക്ക് ഓഫ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സലാണ്. അതായത് ഇനിയും പ്രൈസ് കുറച്ച് താഴേക്ക് പോകാനുണ്ട്. ദെൻ അവിടെ നിന്നായിരിക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലോടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ വീണ്ടും ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു അക്യുമുലേഷൻ ഫേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ മുതൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു അക്യുമുലേഷൻ ഫേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഏത് രീതിയിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽസ് ഫോം ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. ഈ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവിടെ സംഭവിച്ചിട്ടുള്ള അതേ ട്രെൻഡ് തന്നെയാണ്, അതായത് ഇവിടെ ഈ രീതിയിൽ സംഭവിച്ചിട്ടുള്ള ട്രെൻഡ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു പാരലൽ ചാനൽസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയും ഇതുപോലുള്ള നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഒരു മാർക്കറ്റ്, ഒരു സൈഡ് വേസ് മാർക്കറ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ മുൻപ് കണ്ട പോലെയുള്ള ഒരു സ്ട്രക്ചറോടെ ഫോം ആവുന്ന ഒരു പാരലൽ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതുപോലുള്ളൊരു സ്ട്രക്ചർ വന്നതിന് ശേഷമായിരിക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് പ്രൈസ് കടന്നു എന്ന് പറയാനായിട്ട് പറ്റാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടുള്ള ഇതേ രീതിയിലുള്ള ക്യാൻഡിൽസ് തന്നെയാണ് ഇവിടെയും ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഈ രീതിയിൽ ഇവിടെയും അത് തന്നെയാണ് ഫോം ആവുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു 13K എന്ന് പറയുന്ന ഏരിയ ഓൾറെഡി ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും പറഞ്ഞിട്ടുള്ള ആ ഒരു 13K എന്ന് പറയുന്ന അല്ലെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ട് 2018 ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു 13-14K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ഒരു പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തീർച്ചയായിട്ടും വീക്ക്ലി ടൈം ഫ്രെയിമിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, മന്ത്ലി ടൈം ഫ്രെയിമിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഡെയിലി ടൈം ഫ്രെയിമിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു 14K ഒക്കെ നമുക്ക് ഇനി അടുത്ത ടാർഗറ്റായിട്ട് പിടിക്കാവുന്ന ഒരു ഏരിയ ആണ്. ദെൻ അവിടെ നിന്ന് നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ അവിടെ നിന്നായിരിക്കും ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ടുള്ള സാധ്യത മാത്രമേ പറയുന്നുള്ളൂ. ഉറപ്പ് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ല, കാരണം അതിനുള്ളൊരു ട്രെൻഡ് കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അങ്ങനെ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.